വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റഡി. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ മൾട്ടി കളർ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ചിൻ്റെ തിക്ക് വർക്കാട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ജോർജറ്റ് പോലെയൊക്കെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പക്ഷേ മെറ്റീരിയലിന് ഒരു ഡിഫറെൻറ്റ് ലുക്കാട്ടോ. ഷിനോൺ സിൽക്കിൻ്റെ തന്നെ ചെറിയൊരു തിളക്കമൊക്കെ ഉള്ളൊരു മെറ്റീരിയൽ. ഇത് ശരിക്കും രാമ ബ്ലൂ ആണ് ഷെയ്ഡ്. ഇതിനകത്ത് കാണുമ്പോൾ കുറച്ച് ബ്ലൂ കളർ കൂടുതലായിരിക്കും, അത്രയും കണക്ക് കൂട്ടണ്ട, ശക്കലം കുറച്ച് മതി കേട്ടോ. ഒരു ഇച്ചിരി ഗ്രീനിഷ്, ഡാർക്ക് ഗ്രീനിഷ് ബ്ലൂ കളർ, നമ്മുടെ ജയറാം പച്ച എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്ക് ടോണ്. ഒരു ബ്ലൂവും ഉണ്ട് ഗ്രീനും ഉണ്ട് അതിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ബ്ലൂ പോലെ തോന്നിക്കും, പക്ഷേ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഗ്രീൻ പോലെയും തോന്നിക്കും. രണ്ട് കളറോടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ആ ഒരു ഡാർക്ക് ടോൺ ആയതുകൊണ്ട് ഇതിലോട്ട് നല്ല തെളിച്ചമുള്ള ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ കൊടുത്തിരിക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ എടുത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനിലെ വർക്ക് വരുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്, റഫായിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 753, റേറ്റ് 1140 രൂപ മാത്രമേ ഉള്ളൂ. 1140. നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കർ മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന സൈസ് മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്ക് നല്ല ഫാബ്രിക് ആട്ടോ. ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും നല്ല ഡാർക്കായിട്ട് കിട്ടും. നമ്മൾ ഡൈയിങ് കഴിയുമ്പോഴത്തേനും കളർ കാണാൻ തന്നെ അത്ര ഭംഗിയാണ്. നല്ല ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സിലാണ് കിട്ടുന്നത്. മാത്രമല്ല ദുപ്പട്ടയാണെങ്കിലും നീട്ടില്ലേ ഇത്രയും ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഫുൾ അടുപ്പിച്ച് തന്നെ ഫുൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന ഫ്ലവേഴ്സിന് റേറ്റ് കൂടും കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ട് ഒറ്റ കളർ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് വർക്ക് നമുക്ക് ദുപ്പട്ട ചെയ്തെടുക്കുമ്പോഴത്തേനും റേറ്റ് കൂടും. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോന്നിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ടിലോട്ട് വരുന്നത്. പക്ഷേ അത് അങ്ങനെ നോക്കുമ്പോൾ വലിയ റേറ്റ് എന്ന് പറയാനില്ല. അത്യാവശ്യം നമുക്ക് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ല പ്രൊഡക്റ്റ്, നല്ല ഫാബ്രിക്കും കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ വരുന്നത് AC 782, റേറ്റ് 1140. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഡാർക്കർ വൈൻ ടോൺ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇങ്ങനെ നോക്കുമ്പം എവിടെ ഒരു ബ്ലൂ കളറും വരും, പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ വൈൻ ഷെയ്ഡും കാണാം. ഒരു ഡബിൾ ടോണിൻ്റെ ഒക്കെ ഒരു മിക്സഡ് ടൈപ്പ് കളർ എന്ന് പറയാം. സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് വരുന്നത്. ഒരു തിക്കായിട്ടുള്ള ക്രോസ് സ്റ്റിച്ചിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ആ ഒരു നല്ല ഡാർക്കർ ഷെയ്ഡിലോട്ട് നല്ല എടുത്ത് നിൽക്കും കേട്ടോ ഈ ഒരു വർക്ക്. ദുപ്പട്ടയ്ക്കകത്തും സെയിം രീതിയിൽ ഫുൾ അകത്തോട്ട് മൾട്ടി കളറായിട്ടുള്ള ത്രെഡ് വർക്കിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. ഇതിൻ്റെ നമ്പർ AC 750, റേറ്റ് 1140. ലാസ്റ്റ് കളർ ഇത് ബോട്ടിൽ ഗ്രീൻ്റെ നല്ല ഡാർക്കർ ഒരു ഷെയ്ഡില്ലേ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കളർ നമ്മളെല്ലാവരും എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഡബിൾ ടോൺ പോലെ ചെറിയൊരു കളർ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അത് നല്ല കേട്ടോ, നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്, ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം, നിങ്ങൾക്ക് രണ്ട് സൈഡിലൊക്കെ ഇടാനാണെങ്കിലും നല്ല ലെങ്ത് കിട്ടും. നന്നിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇതുണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഒതുങ്ങി കിടക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബോട്ടം സാറ്റിൻ സിൽക്കാണ്. അപ്പോൾ ഇതിലും ഡബിൾ ടോൺ നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട് കേട്ടോ. ഗ്രീനിൽ തന്നെ ഒരു വൈൻ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരും. പിന്നെ നമ്പർ AC 751, റേറ്റ് 1140, 1140.